Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് പി കെ സൈനബ പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുക, അതിനൊരു വാതായനമായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഫ്ഗാനെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം കേണൽ ഖത്താഫിയുടെ ലിബിയ ആയാലും അതുപോലെ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളായാലും അവിടെയൊക്കെ തന്നെയുള്ള എണ്ണ ശേഖരങ്ങൾ അത് തങ്ങളുടെ കൈപ്പിടികളിലേക്ക് ഒതുക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ബോംബുണ്ട്, അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളെ, അത് സദ്ദാം ഹുസൈനെ ആയാലും കേണൽ ഖത്താഫിയെ ആയാലും ഒക്കെ മുദ്ര കുത്തിക്കൊണ്ട് അവിടുത്തെ എണ്ണയിൽ കണ്ണ് നട്ടുകൊണ്ടാണ് ആ രാജ്യത്തെ ഭരണാധികാരികളെ കൊന്ന് അവരെ തൂക്കിക്കൊല്ലുകയും അതുപോലെ മറ്റു രീതിയിലേക്കൊക്കെ തന്നെ ആ രാജ്യത്തെ അത് ശിഥിലീകരിക്കപ്പെടുകയും ചെയ്യുന്ന വിധത്തിലേക്ക്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 14ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി, സംഘടനാ സ്ഥാപക നേതാവ് സുശീല ഗോപാലിന്റെ മകൾ കെ ലൈല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബീന വിജയൻ, ബേബി ബാലകൃഷ്ണൻ, പി പി ശ്യാമളാദേവി, എ പി ഉഷ, ജില്ലാ സെക്രട്ടറി എം സുമതി, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം വി പി ജാനകി, സംഘാടക സമിതി ചെയർമാൻ കെ വി ജനാർദ്ദനൻ, കൺവീനർ പി പി പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. വിവിധ ഏരിയകളിൽ നിന്നായി 269 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം എന്നിവയും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ പതാക ഉയർത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമന്തളി പുന്നക്കടവ് വടക്കമ്പാട് പ്രദേശത്ത് അനധികൃതമായി നെൽവയൽ നികത്താനുള്ള ശ്രമം റവന്യൂ കൃഷിവകുപ്പ് അധികൃതർ തടഞ്ഞു. രാമന്തളി വടക്കമ്പാട് ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിയമം ലംഘിച്ച് വയൽ നികത്തൽ നടന്നത്. രാമന്തളി വടക്കുംപാട് പ്രദേശത്തെ ഏകദേശം 20 സെന്റോളം വരുന്ന നെൽവയലിന്റെ ഒരു ഭാഗമാണ് ചരൽമണ്ണ് ഉപയോഗിച്ച് നികത്തിയത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വയൽ നികത്തുന്നത് അടിയന്തരമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. കൂടാതെ നികത്തിയ മണ്ണ് നീക്കം ചെയ്ത് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. അധികൃതരുടെ നിർദ്ദേശം ലംഘിച്ച് വെള്ളിയാഴ്ചയും മണ്ണ് ഉപയോഗിച്ച് വയൽ നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ വീണ്ടും സ്ഥലത്തെത്തി. രാമന്തളി വില്ലേജ് ഓഫീസർ എം പ്രദീപൻ, കൃഷി ഓഫീസർ നമിത രഘുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത്. രണ്ടാമതും നികത്തൽ തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മണ്ണ് നീക്കം ചെയ്യാനുള്ള കർശന നടപടികൾ സ്വീകരിച്ചു. അനധികൃത നികത്തൽ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഉടൻ തന്നെ RDOയ്ക്ക് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. രാമന്തളി വടക്കുംപാട് വയൽ നികത്തുന്നതായി പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത്. കൃഷിവസ്തും കൂടിയുണ്ട്. ഇത് മഴക്കാലത്ത് ധാരാളം വെള്ളം കെട്ടിക്കിടക്കുന്ന വയലാണ്. അപ്പോൾ ഇവിടെ ഒറ്റ ദിവസം കൊണ്ട് 20 ലോഡ് മണ്ണ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് പരാതി ലഭിച്ചത്. അപ്പോൾ വന്ന് പരിശോധിക്കുമ്പോൾ മണ്ണ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥരോട് ഇത് എത്രയും വേഗം നീക്കം ചെയ്ത് വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ അതിൻ്റെ ഉടമസ്ഥർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നീക്കം ചെയ്യാനുള്ള പരിപാടി ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അത് നീക്കം ചെയ്യും. അവർക്ക് അതിൻ്റെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളോറയിൽ പാറ പ്രദേശത്ത് തീപിടിച്ചു. ഏക്കർ കണക്കിന് പ്രദേശം കത്തിനശിച്ചു. ഉച്ചസമയമായതിനാൽ തീ പെട്ടെന്ന് ആളിപ്പടരാൻ കാരണമായി. പെരിങ്ങോത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്.
വെള്ളോറ അനിക്കം റോഡിന് സമീപം പാറപ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഏക്കർ കണക്കിന് പ്രദേശം കത്തി നശിച്ചു. ഉണങ്ങിയ പുൽമേടുകളും ചെറുമരങ്ങളും അടക്കം കത്തി നശിച്ചു. ഉച്ചസമയമായതിനാൽ തീ പെട്ടെന്ന് ആളിപ്പടർന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. വിവരമറിഞ്ഞ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത, മറ്റ് വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം. ഈ വേളയിൽ ജയചന്ദ്രന്റെ ആരാധകനായ ജയചന്ദ്രന്റെ ഗാനങ്ങൾ മാത്രം ആലപിക്കുന്ന പയ്യന്നൂർ അന്നൂരിലെ ഹരിഹർകുമാറിനെ പരിചയപ്പെടാം. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. പയ്യന്നൂർ അന്നൂരിലെ ഹരിഹർകുമാർ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ്. ഇന്ന് അദ്ദേഹത്തെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാനെന്റെ പൂക്കൂടി ചൂടിച്ചോട്ടേ. ഹരിഹരൻ ഇപ്പോൾ ഒരു 40 വർഷത്തിൽ അധികമായി ഇപ്പോൾ ഗാനമേള രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതും ജയേന്ദ്രൻ്റെ പാട്ട്, അന്നൂരിലെ ജയേന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഏത് പാട്ടായിരിക്കും കൂടുതൽ വേദികളിൽ പാടിയിട്ടുണ്ടാവുക? ജയേട്ടൻ്റെ പാട്ടുകൾ പാടിയെന്ന് പറയുമ്പോൾ പുഷ്പാഞ്ജലി എന്ന ആൽബത്തിലെ എല്ലാ പാട്ടുകളും ഞാൻ ഗാനങ്ങളെ ഭക്തിഗാനങ്ങളിൽ പാടിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ 40 കൊല്ലത്തിനിടയ്ക്ക് എത്ര പാട്ട് പാടി വെച്ചാൽ ഒരുപാട് പാട്ട് പാടി. അതിൽ കൂടുതൽ പാടിയ സ്വർണ്ണഗോപുരം, നീലഗീഴ സഖികളെ, ഹർഷബാഷ്പം, ഉപാസന, നിൻമണിയേറിയൽ, അങ്ങനെ ഒരുപാട്, അത് പറഞ്ഞ തീരില്ല അത്രയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഹിറ്റ് പാട്ടുകളും, ഏകദേശം എല്ലാ ഹിറ്റ് പാട്ടുകളും ഞാൻ വേദിയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജയേന്ദ്രൻ സാറിൻ്റെ ആ ഒരു മിസ്സിങ് എങ്ങനെയാണ് ആ ഒരു ഗായകൻ്റെ ഒരു പിൻഗാമി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ആസ്വാദകൻ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ജയേട്ടൻ്റെ മരണം ശരിക്കും മനസ്സിനെ വല്ലാണ്ട് ബാധിച്ചൊരു മരണമായിരുന്നു. കാരണം അദ്ദേഹത്തെ ഞാൻ അവസാനമായി കണ്ടതിന് ശേഷം ഒരു 3-6 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ അവസാന ഘട്ടത്തിൽ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. പിന്നീട് പെട്ടെന്ന് പേപ്പറിൽ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു സുഖമില്ല, അതിനൊരു പടം വന്നു. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ വിട പറയുകയുണ്ടായത്. പക്ഷേ എന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്തായതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു വലിയൊരു ദുഃഖകരമായൊരു കാര്യമാണ്. യേശുദാസ് എന്ന് പറയുന്നത് ഒരു മഹാവൃക്ഷമാണ്. അദ്ദേഹത്തെ കാഴ്ചക്കാൻ ആരുമില്ല, സംഗീതനാണ്. ആ മഹാവൃക്ഷത്തോട് കടപിടിച്ചുകൊണ്ടാണ് ജയേട്ടൻ ഈ രംഗത്ത് നിന്നത്. അദ്ദേഹത്തിന് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി കൊണ്ടും പിന്നെ പാടുന്ന സ്ഫുടത, അക്ഷരസ്ഫുടത എന്ന് പറയുന്നത് അത് പ്രത്യേകം എടുത്തു പറയുന്ന സംഗതിയാണ് ജയേട്ടൻ്റെ അക്ഷരസ്ഫുടത. അപ്പോൾ ആ സീനിലാണ് അദ്ദേഹം യേശുദാസോട് കിടപെടുക്കുന്ന രീതിയിൽ പാട്ട് പാടിയത്. പക്ഷേ ഒരുപാട് നല്ല പാട്ടുകൾ യേശുദാസിനെ കാട്ടി നന്നായിട്ട് പാടിയത് ജയേട്ടനാണ്. അതിപ്പോൾ പറയാമെന്ന് വെച്ചാൽ യേശുദാസിൻ്റെ അത്ര പാട്ടൊന്നും ജയേന്ദ്രൻ പാടിയിട്ടില്ല. അപ്പോൾ യേശുദാസ് ഒരു പാടിയ 90% പാട്ടുകളിൽ പക്ഷെ ഒരു 40% പാട്ടുകളും അങ്ങനെ അധികം പോപ്പുലറില്ലാത്ത പാട്ടാണ്. ജയേട്ടൻ അത്രയും പാടിയിട്ടില്ലെങ്കിലും ജയേട്ടൻ്റെ ഒരു 80% പാട്ടുകൾ പോപ്പുലറാണ്. അത് അവരെ രണ്ടാളും വ്യത്യാസം. മലയാള ഭാഷതൻ മാദക ഭംഗി മലമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാളികൾ ഉള്ളിടത്തോളം കാലം പി ജയചന്ദ്രന്റെ പാട്ടും ഈ ഭൂമിയിൽ നിലനിൽക്കും എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ക്യാമറമാൻ സേതു നെടുമ്പയോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന യോഗം സീക്ക് ഡയറക്ടർ ടി പി പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോകപ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി അധ്യക്ഷനുമായിരുന്ന പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന യോഗം സീക്ക് ഡയറക്ടർ ടി.പി. പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായ രീതിയിൽ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളം തള്ളിയത് നിലനിൽപ്പിന്റെ രേഖയായിരുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ടി.പി. പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. കെ.ഇ. കരുണാകരൻ അധ്യക്ഷനായി. പി. മുരളീധരൻ, കെ.പി. വിനോദ്, കെ.പി. ചിത്രാംഗതൻ, കമാൽ റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെനസ്വേലയിൽ അമേരിക്കൻ അധിനിവേശം അവസാനിപ്പിക്കുകയെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയ ആക്രമണങ്ങളിലും പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യയെയും ബന്ദികളാക്കി തടഞ്ഞുവെച്ചതിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. പയ്യന്നൂർ ടൗണിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്ര കയറ്റുമതി രംഗമാണ് തമിഴ്നാട്. CV റഹനേജ് അധ്യക്ഷത വഹിച്ചു. PP അനീഷ, K മനുരാജ്, K മിഥുൻ, മുഹമ്മദ് ഹാഷിം, A മിഥുൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവിതം സമർപ്പിച്ച വിമുക്ത ഭടന്മാരെയും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യുവപ്രതിഭകളെയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണപുരം യൂണിറ്റ് ആദരിച്ചു. SSO കണ്ണൂർ കേണൽ രാജീവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതാണ് വേണ്ടത് നമുക്ക്. അതിന് അറ്റ് ദ സെയിം ടൈം ഈ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരണം. വിളിച്ചിട്ട് വരാതെ കഴിഞ്ഞാൽ നമുക്ക് ആരും ഓണർ ചെയ്യാൻ പറ്റില്ല. ഓണർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീർനാരീസ് ആയാലും 80+ 90+ ആയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് വിളിച്ച സമയത്ത് വരുന്നു കഴിഞ്ഞാൽ വെറ്ററൻസ് ഡേയിലൊക്കെ പോവാം. ഇത് ഈ സമയത്ത് ഇന്ററാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുറച്ചും കൂടി നമ്മുടെ ലോങ്കറ്റിവിറ്റി കിട്ടുള്ളൂ. അല്ല ഇന്നിപ്പോ എല്ലാവരും പറഞ്ഞാല് കുട്ടികളെല്ലാവരും പുറത്തായിരിക്കും, യുഎസിലും അവിടെയൊക്കെയാണ്. ഇവിടെ അച്ഛനും അമ്മയും മാത്രം. രാജ്യസേവനം എന്നത് യൂണിഫോം അഴിച്ചുവെച്ചാലും അവസാനിക്കാത്ത മഹത്തായ ദൗത്യമാണെന്നും വിമുക്ത ഭടന്മാരുടെ അനുഭവങ്ങളും ത്യാഗവും യുവതലമുറയ്ക്ക് പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക സേവനത്തിലൂടെ നാടിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അതോടൊപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച് നാടിന് അഭിമാനം സമ്മാനിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. KV ജനാർദ്ദനൻ, K നരേന്ദ്രൻ നമ്പ്യാർ, നാരായണൻ പയ്യരട്ട, രാധാമണി TV, C സുരേന്ദ്രൻ, ഗിരിജ K, EPK നമ്പ്യാർ, TK ബാലകൃഷ്ണൻ നമ്പ്യാർ, K ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരുവെള്ളൂർ പെരളം കുടുംബശ്രീ CDSന്റെ ഗ്രാമകരണം സ്ട്രീറ്റ് ലൈറ്റ് ആൻഡ് LED ബൾബ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കരുവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം കുടുംബശ്രീ CDSന്റെ ഗ്രാമകരണം സ്ട്രീറ്റ് ലൈറ്റ് ആൻഡ് LED ബൾബ് നിർമ്മാണ പരിപാലന യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പെരളത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു കൂട്ടായ്മ മുറിച്ചു കടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അധികമൊന്നും മാതൃകകളില്ല ഇതിന്. ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ല പരിശോധിച്ചാൽ കാസർഗോഡ് ഒരു കേന്ദ്രം ഒഴിച്ച് രണ്ടാമത്തെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിലാണ് കണ്ണൂർ ജില്ലയിൽ. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് RK സുധാമണി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ എന്നിവർ മുഖ്യാതിഥികളായി. CDS ചെയർപേഴ്സൺ സുനിത PV, M രാഘവൻ, C ബാലകൃഷ്ണൻ, സൂര്യ MV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെളിച്ചം വിതറാൻ കരിവെള്ളൂർ കുടുംബശ്രീ ഗ്രാമകിരണം കൂട്ടായ്മ എത്തുന്നു. ഗ്രാമീണ റോഡുകളിലെ വൈദ്യുത തൂണുകളിലെ ബൾബുകളും ഇനി ഇവരിലൂടെ പ്രകാശിക്കും. വെളിച്ചം വിതറാൻ കരിവെള്ളൂർ കുടുംബശ്രീ ഗ്രാമകിരണം കൂട്ടായ്മ എത്തുന്നു. ഗ്രാമീണ റോഡുകളിലും ഇനി ഈ കൂട്ടായ്മയിലൂടെ പ്രകാശം പരക്കും. LED ബൾബ് നിർമ്മാണവും വൈദ്യുത തൂണിൽ കയറി ബൾബ് മാറ്റി സ്ഥാപിക്കുന്നതിനുമായാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു CDSൽ ഒരു സംരംഭം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമകിരണം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. തകരാറിലായ ബൾബുകൾ ഉപയോഗയോഗ്യമാക്കുന്നതിനുള്ള പരിശീലനവും ഇവിടെ നൽകുന്നു.
ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൊട്ടേഷൻ നൽകി തെരുവു വിളക്കുകളുടെ പരിപാലനവും ലക്ഷ്യമിടുന്നു. 30 പേർക്കാണ് പരിശീലനം നൽകി പുതിയ തൊഴിൽ സാധ്യത തുറന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചേരച്ചോള ചാലൂക്യ വംശപരമ്പരകളിലൂടെ പുകൾപെറ്റ ഏഴിമലയുടെ നെറുകയിലാണ് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച ഇറ്റാലിയൻ മിഷണറി ഫാദർ ജെയിംസ് മൊന്തനാരി അന്ത്യവിശ്രമം കൊള്ളുന്നത്. പിൽക്കാലത്ത് ഏഴിമല മുകളിലൂടെയുള്ള ടോപ്പ് റോഡും കുരിശുമുക്കിലെ ആശുപത്രിയും നെയ്ത്ത് കേന്ദ്രവും ആരാധനാലയവും സജ്ജമാക്കി ഏഴിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ആ കർമ്മയോഗി പ്രവർത്തിച്ചത്. ഏഴിമല രാജാക്കന്മാരുടേത് മാത്രമല്ല, ഫാദർ ജെയിംസ് മൊന്തനാരിയുടേതു കൂടിയാണ്. ഏഴിമലയുടെ മുകളിലേക്ക് ഫാദർ മൊന്തനാരി നിർമ്മിച്ച റോഡാണ് ഇന്നത്തെ ഏഴിമല ടോപ്പ് റോഡ്. ഇത് തുടങ്ങുന്നത് കുരിശുമുക്കിൽ നിന്നാണ്. ഇവിടെയാണ് ഇദ്ദേഹം ഒരു ആതുരാലയം സ്ഥാപിച്ചത്. അതിന്ന് ഓർമ്മകളിൽ മാത്രമാണ്. അവിടെ ഒരു മാവ് തല ഉയർത്തി നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് കയറ്റം തുടങ്ങുകയായി. ഇതിന് മുകളിലാണ് ലൂർദ് മാതാ പള്ളി. ഇത് ഷഡ്ഭുജ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മലബാർ ചിറക്കൽ മേഖലയിലേക്ക് വന്ന 4 ഇറ്റാലിയൻ ക്രിസ്ത്യൻ മിഷണറിമാരിൽ ഒരാളായിരുന്നു ജെയിംസ് മൊന്തനാരി. 1954 ഏഴിമലയിലെത്തിയ അദ്ദേഹം 600 ഏക്കറോളം സ്ഥലം വില കൊടുത്തു വാങ്ങി. കോട്ടയത്ത് നിന്നും മറ്റും പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് ഭൂമി ദാനം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അദ്ദേഹം ഇവിടെയുള്ള ഈ ഇത്രയും സ്ഥലങ്ങൾ ഏതാണ്ട് 3 ഏക്കർ വീതമെങ്കിലും ആൾക്കാർക്ക് നൽകുകയുണ്ടായി ആദ്യകാലങ്ങളിലൊക്കെ. അതിനോടൊപ്പം നിങ്ങൾ കാണുന്ന ഏഴിമലയിലേക്കുള്ള മനോഹരമായ റോഡ്, അതിൻ്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം റോഡും അച്ഛൻ്റെ പരിശ്രമ ഫലമായിട്ടുണ്ടായതാണ് ആ കാലഘട്ടത്ത്. പിന്നീട് അത് വികസിച്ച് ഇന്നത്തെ രൂപത്തിലായി എങ്കിലും അതിൻ്റെ ആദ്യത്തെ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം താഴെയുള്ള കുരിശുപള്ളിയുടെ ഭാഗത്ത്, അന്ന് ഈ ഭാഗത്തെങ്ങും വേറെ ഒരു സൗകര്യം ഇല്ലായിരുന്ന ആ സമയത്ത് ഒരു ക്ലിനിക്ക്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയും ഈ പയ്യന്നൂരുള്ള പല ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള രോഗികൾക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് വാങ്ങാൻ പോലും 100 കണക്കിന് പേര് ഇവിടെ വരുമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരുപക്ഷെ പിന്നീട് പല ഭാഗങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ വന്നപ്പോൾ സാവധാനം ഇത് നിന്നു പോവുകയായിരുന്നു. ഇവിടെ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ പെരുമ്പപ്പുഴ, പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ്, പശ്ചിമഘട്ടം, ചങ്കൂരിച്ചാൽ പാലം എന്നിവ കാണാം. പടിഞ്ഞാറോട്ട് നോക്കിയാൽ അറബിക്കടൽ കാണാം. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ പഞ്ചായത്ത്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, കൗവായി കായൽ എന്നിവയും കാണാം. അതിരാവിലെയും വൈകുന്നേരവും ഇവിടെ എത്തിയാൽ കാണികൾക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുക. മൊന്തനാരിയച്ചൻ 1974 കാലം ചെയ്തപ്പോൾ ഈ പള്ളിയോട് ചേർന്നാണ് അടക്കിയത്. മൊന്തനാരിയച്ചൻ്റെ കഥ ഏഴിമലയുടെ കുടിയേറ്റത്തിൻ്റെ കഥ കൂടിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കോപ്പറേറ്റീവ് സർവീസസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കൺവെൻഷൻ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭ ചെയർമാൻ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കൺവെൻഷനും ജനപ്രതിനിധികളായ സഹകരണ പെൻഷൻകാർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എം ദാമോദരൻ അധ്യക്ഷനായി. കെ പി പ്രഭാകരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി കെ കൃഷ്ണൻ, അജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡ് സുരക്ഷാ മാസാചരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ സബ് ആർടിഒയുടെ സഹകരണത്തോടെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സബിൻ കെ, സലീഷ് എം എന്നിവർ ക്ലാസ് എടുത്തു.
തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, കൂട്ടുകാരൻ ഗ്രൂപ്പ്, SCMS കോളേജ് എന്നിവയുടെ സഹകരണത്തോടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂരിൽ ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റോഡ് സുരക്ഷാ മാസാചരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ സബ് RTOയുടെ സഹകരണത്തോടെ നടത്തിയ ക്ലാസ്സിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സബിൻ കെ, സലീഷ് M എന്നിവർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റോഡ് സുരക്ഷാ ക്ലബ് കൺവീനർ വത്സൻ T, തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പാരാലീഗൽ വോളണ്ടിയർ രഘുനാഥ് പൊതുവാൾ, ധന്യ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടമുണ്ടാകുന്ന വിവിധ കാരണങ്ങളെക്കുറിച്ചും അതൊഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും കുട്ടികൾ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും സബിൻ K സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സർഗജാലകത്തിന്റെ ആഭിമുഖ്യത്തിൽ വരയിടം കുട്ടികളുടെ ചിത്ര പ്രദർശനം തുടങ്ങി. ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി പ്രശസ്ത ശില്പിയും ലളിതകലാ അക്കാദമി അംഗവുമായ ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കലാസാഹിത്യ സാംസ്കാരിക വേദി സർഗജാലകത്തിന്റെ ആഭിമുഖ്യത്തിൽ വരയിടം കുട്ടികളുടെ ചിത്ര പ്രദർശനം തുടങ്ങി. ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി പ്രശസ്ത ശില്പിയും ലളിതകലാ അക്കാദമി അംഗവുമായ ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം നടക്കുന്നത്. ജനുവരി 10, 11 തീയതികളിൽ കുട്ടികൾക്കുള്ള ചിത്രപഠന ക്ലാസുകൾ AB ബിജു, തങ്കരാജ് കൊഴുമൽ എന്നിവർ കൈകാര്യം ചെയ്യും. 11-ന് ചിത്ര പ്രദർശനം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ 10-ാം തീയതി ശനിയാഴ്ച ത്രിതല പഞ്ചായത്ത് നഗരസഭാ അംഗങ്ങൾക്ക് ഭരണ നൈപുണ്യ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ 10-ാം തീയതി ശനിയാഴ്ച ത്രിതല പഞ്ചായത്ത് നഗരസഭാ അംഗങ്ങൾക്ക് ഭരണ നൈപുണ്യ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. തദ്ദേശകം 26 എന്ന് പേരിട്ട പരിശീലന പരിപാടിയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 7 പഞ്ചായത്തുകളിലെയും പയ്യന്നൂർ നഗരസഭയിലെയും കയ്യൂർ, ചീമേനി, പിലിക്കോട് പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ പങ്കെടുക്കും. പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജനപ്രതിനിധികൾക്ക് നല്ല അറിവ് നേടേണ്ടതുണ്ട്. ഇതിനുള്ള പ്രാഥമിക പരിജ്ഞാനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് EMS പഠന കേന്ദ്രം പരിപാടി സംഘടിപ്പിക്കുന്നത്. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി 10-ാം തീയതി രാവിലെ 9:30-ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ പ്രൊഫസർ ഡോക്ടർ ജിജു P. അലക്സ് ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര കമ്മിറ്റി അംഗവുമായ T. ഗംഗാധരനും നവകേരള നിർമ്മിതിയും വാർഷിക പദ്ധതിയും എന്ന വിഷയത്തിൽ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ TL ശ്രീകുമാറും ക്ലാസുകൾ കൈകാര്യം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, T. സുരേഷ് മാസ്റ്റർ, MV രാധാകൃഷ്ണൻ മാസ്റ്റർ, കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് മാനുവൽ ക്രോഡീകരിച്ച് പുറത്തിറക്കി വാദിഹുദ കോളേജ്. പരമാവധി സ്കോളർഷിപ്പുകളും അതിനാവശ്യമായ അപേക്ഷാ വിവരങ്ങളും പരിശോധിക്കേണ്ട വെബ്സൈറ്റുകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗൈഡ് തയ്യാറാക്കിയിരിക്കുന്നത്. വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് കോളേജ് സ്കോളർഷിപ്പ് സെൽ വിഭാഗം ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് മാനുവൽ ക്രോഡീകരിച്ച് പുറത്തിറക്കി. നിലവിൽ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സർക്കാർ, പ്രൈവറ്റ്, NGO സെക്ടർ തുടങ്ങി ലഭ്യമായ പരമാവധി സ്കോളർഷിപ്പുകളും അതിനാവശ്യമായ അപേക്ഷാ വിവരങ്ങളും പരിശോധിക്കേണ്ട വെബ്സൈറ്റുകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗൈഡ് പുറത്തിറക്കിയിരിക്കുന്നത്. സ്കോളർഷിപ്പ് മാനുവൽ കോപ്പി കോളേജിലും ഡിജിറ്റൽ കോപ്പി www.viras.ac.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PK അബു ഇസാഖ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സൽമാനുൽ ഫാരിസി, സ്റ്റാഫ് സെക്രട്ടറി N. മുബഷീർ, കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് മിഥിലാജ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ദേശീയ അധ്യാപക പരിഷത്തിന്റെ 47ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 10, 11 തീയതികളിൽ പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടക്കും. NTU സംസ്ഥാന ട്രഷറർ KK ഗിരീഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. RSS ഉത്തരപ്രാന്ത കാര്യവാഹക് PP സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും. BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പ്രഭാകരൻ മാസ്റ്റർ സംഘടനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അധ്യാപക സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിനെ മറികടക്കാൻ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ CK രമേശൻ മാസ്റ്റർ, ചെയർമാൻ CI ശങ്കരൻ മാസ്റ്റർ, വൈസ് ചെയർമാൻ പനക്കീൽ ബാലകൃഷ്ണൻ
സംസ്ഥാന സെക്രട്ടറി മനോജ് മണ്ണേരി, ജില്ലാ കമ്മിറ്റി അംഗം വി മുരളീധരൻ മാസ്റ്റർ, ടി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.